7 വയസ്സിന് മുമ്പ് കുട്ടിയെ എഴുതിപ്പിക്കാൻ പാടില്ല. അപ്പൊ നമ്മുടെ ഒരു വാശിയാണ് 3 വയസ്സിൽ തന്നെ കൊണ്ടുപോയി ചേർക്കണം. സോറി കേട്ടോ, നല്ല സ്കൂളുകളൊക്കെ ഉണ്ടാവും, പക്ഷെ പ്ലേ സ്കൂൾസ് ലോകത്തിൽ പലയിടത്തും ഉണ്ട്. കുട്ടി 3 വയസ്സ് മുതൽ 7 വയസ്സ് വരെ കളി മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്ന രാജ്യങ്ങളുണ്ട്. വെറും കളി. ആ കളിയിലൂടെ കുട്ടികളെ മനോഹരമായിട്ട് വളർത്തിക്കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ നമ്മുടെ നാട്ടിലത് നടക്കില്ല. കാരണം നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും, ഞാൻ ആദ്യം അങ്ങനെ ഒന്ന് ചെയ്തു. എൻ്റെ മൂത്ത മോനെ LKG UKG ഒന്നും പഠിപ്പിക്കാതെ കൊണ്ടുപോയി നോക്കി. പക്ഷെ നേരെ 1-ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർക്കുമ്പോൾ ഒരു ദുരിതമുണ്ട്. ഈ LKG UKG കഴിഞ്ഞ് വരുന്നവരവിടെ ഇരിക്കുന്നേ, അവർക്ക് അക്ഷരങ്ങൾ അറിയും, ഇവൻ അക്ഷരം അറിയാതെ പോകും. അങ്ങനെ ഒരു പ്രയാസം നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് അതിനെ ബ്രേക്ക് ചെയ്യണ്ട. പക്ഷെ നമ്മൾ പാരൻസ് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുട്ടികൾ 7 വയസ്സിലെ എഴുതി തുടങ്ങുന്ന നല്ലത് എന്നാണ് ലോകത്തിൽ ഏറ്റവും നല്ല റിസർച്ച് വരുന്നത്. നമ്മുടെ കേരളം അതിൽ മോശമൊന്നുമല്ല. കേരളത്തിൽ ഇടതായാലും വലതായാലും ആര് ഭരിച്ചാലും 6 വയസ്സിൽ ചേർക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതെന്തുകൊണ്ട് സംഭവിച്ചു? കാരണം 6 വയസ്സ് വരെ കുട്ടികൾ കളിച്ചു നടക്കേണ്ടതാണ്. ഈ അടുത്തിടത്ത് മനോഹരമായി നമ്മളൊരു രാജ്യത്ത് പോയപ്പോ, ആ രാജ്യത്തില്, ഇത് ടീച്ചേഴ്സ് എല്ലാവരും കൂടി കേൾക്കാനാണ് കേട്ടോ, അതായത് ആ രാജ്യത്തില് മാരേജ് ഫംഗ്ഷൻ ഉണ്ട്, അന്ന് സ്കൂൾ ഉണ്ട് എന്ന് വെക്കുക. അവിടെ എല്ലാ ദിവസവും ഒന്നും മാരേജ് ഒന്നുമില്ല, വളരെ റയറായിട്ടാണ് അവിടെ ഉണ്ടാകുക. നമുക്കത് എന്നും കെട്ടലും തീർക്കലും തന്നെയല്ലോ പണി, അതാണ് പ്രശ്നം. അപ്പൊ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാരേജ് ഫംഗ്ഷൻ ഉണ്ട്, അതോടൊപ്പം സ്കൂളും ഉണ്ട്. നമ്മൾ എന്താ ചെയ്യാ? കുട്ടി എങ്ങനെയെങ്കിലും സ്കൂൾ പറഞ്ഞേക്കും അല്ലേ, എന്നിട്ട് നമ്മൾ കല്യാണത്തിന് പോകും, നീ സ്കൂളിൽ പോയിക്കോ എന്ന് പറയും. കുട്ടിയോട് ചിലപ്പോൾ കല്യാണം മിണ്ടുകയില്ല. അങ്ങനെയാ. കാരണം കുട്ടി എങ്ങനെയെങ്കിലും പഠിക്കട്ടെ എന്നുള്ളതാണ്. പക്ഷെ ആ രാജ്യത്തിന്റെ പ്രത്യേകത, അന്ന് എന്ത് ചെയ്യണം? സ്കൂൾ കട്ട് ചെയ്തിട്ട് കല്യാണത്തിന് പറഞ്ഞേക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ആ രാജ്യത്തേക്ക് പോയാൽ മതിയായിരുന്നു അല്ലേ. ഏതായാലും പല ആൾക്കാരോടും പോകാൻ വേണ്ടി പറയല്ലേ, അപ്പൊ പിന്നെ നമുക്ക് പോകലാൻ കട്ടാക്കാന്നാ വിചാരിക്കണേ. അവിടെ മാരേജ് ഫംഗ്ഷന് പോകണം, അന്ന് സ്കൂൾ കട്ട് ചെയ്യാം. അതെന്തുകൊണ്ടാണെന്നറിയോ? അതെന്തുകൊണ്ടാണ് ഞാൻ പറയാം. ഇന്ന് കുറച്ച് കോൺഫ്ലിക്റ്റ് ആണ് ഞാൻ ഇടുക. രക്ഷിതാക്കളുടെ തലയിൽ ചില കോൺഫ്ലിക്റ്റ് ഇടാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ, കല്യാണത്തിന് പോണത് പാരൻസ് അങ്ങനെ കൊണ്ടുനടക്കരുത്, മുപ്പരങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇവിടുത്തെ ടീച്ചേഴ്സിനോട് ഭാവിയിൽ പറയരുത് കേട്ടോ. ഞാൻ ലോകത്തിൽ നടക്കുന്നത് പറയുന്നു എന്ന് മാത്രം. എന്ന് വെച്ചാൽ, ഒരു കുട്ടി വിവാഹത്തിന് പോയാൽ ആ കുട്ടിക്ക് റാപ്പോ ബിൽഡിംഗ് എന്ന് പറയുന്നത് നടക്കും. എന്നാൽ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. മറ്റൊന്ന് റാപ്പോ ബിൽഡിംഗ്, അതൊരു പുതിയതാണ്. എന്ന് പറഞ്ഞാൽ പണ്ട് ബന്ധം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഈ കല്യാണ ഫംഗ്ഷനിൽ വെച്ച് വീണ്ടും കണ്ടു, അപ്പൊ വീണ്ടും അതൊന്ന് പുതുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ആ കുട്ടി ആ കല്യാണത്തിൽ എല്ലാറ്റിലും കൂടി ഓടിപ്പാഞ്ഞ് നടക്കണമെങ്കിൽ ഓർഗനൈസ് ചെയ്യാൻ, അത് ഇങ്ങോട്ട് വെക്ക് ഓർഗനൈസിങ് സ്കിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സ്കിൽ എന്ന് പറഞ്ഞ സാധനം കിട്ടും. ഇനി അവൻ അതിൽ ചില മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, 10-11 ഐറ്റം ഉണ്ടാവും ഒരു കല്യാണ വീട്ടിൽ. വെള്ളത്തിന്റെ വേറെ നോക്കണം, കറണ്ടിന്റെ വേറെ നോക്കണം, ബിരിയാണിന്റെ വേറെ നോക്കണം, ആളുകൾ റിസപ്ഷൻ വേറെ നോക്കണം, പിന്നെ അത് എടുത്തു കൊടുക്കൽ. 11 ഇന സാധനമാണ് ഒരു മാരേജ് ഫംഗ്ഷനിൽ ഉണ്ടാവുക. അത് നമുക്ക് അതിന്റെ സമയത്ത് പറയാം, ഇതിപ്പോ അവിടെ പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഈ 11 അതിൽ ട്രാഫിക് മുതൽ ഉണ്ടാവും. അത് ലീഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും. അപ്പൊ ഒരു മാരേജ് ഫംഗ്ഷനിൽ ഒരു കുട്ടി പോകുക വഴി ആ ഒറ്റ ദിവസം കൊണ്ട് ആ കുട്ടിക്ക് ഒരു 5-8 സ്കില്ലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അന്ന് സ്കൂളിൽ പോവുകയാണെങ്കിൽ ഒരു സ്കില്ലും ഉണ്ടാകാൻ സാധ്യതയില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ രസകരമായി വളർത്തുക എന്നുള്ളതാണ്. രസകരമായി വളർത്തുക, ആ കുട്ടികളെ കുറച്ച് ഫ്രീ ആക്കി വളർത്തുക. കുട്ടികൾക്ക് കളിക്കും പോലെ പഠനത്തോടൊരു ഇഷ്ടം വരണം. ഇന്നെന്താ കുട്ടികൾക്ക് അതില്ലാത്തത്? നേരം വെളുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പലപ്പോഴും വയറുവേദനയാണ് അത്രേ. അങ്ങനെയാണ്, വയറുവേദന തുടങ്ങും. വയറുവേദനയുടെ റീസൺ ഉമ്മയാണ്. മിക്കവാറും നമ്മൾ സൈക്കോളജിസ്റ്റുകൾ കുറെ കൗൺസിലിംഗ് ഒക്കെ നടത്തുമ്പോൾ കുട്ടിയുടെ ആ 9 മണിയുടെ അല്ലെങ്കിൽ 8:30 മണിയുടെ വയറുവേദനയുടെ കാരണം ഉമ്മ എന്ന മെഡിസിനാണ്. എന്തോ ഒരു സൈഡ് എഫക്റ്റ് വന്നതാണത്. അപ്പൊ ഉമ്മയെ ആലോചിക്കുമ്പോൾ, ഉമ്മയെ ഓർക്കുന്ന സമയത്ത് വയറുവേദന വരുന്ന അവസ്ഥയിലേക്ക് കുട്ടികൾ അതപ്പതിച്ചിരിക്കാൻ. ടീച്ചേഴ്സും അങ്ങനെ തന്നെ. ഇവിടെ നല്ല ടീച്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവും കേട്ടോ, അത് നല്ലൊരു സ്കൂളാണല്ലോ. ടീച്ചേഴ്സും അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചാൽ പേടിപ്പിച്ച് ഭയപ്പെടുത്തി കുട്ടികളെ ഇങ്ങനെ നിർത്തി അവസാനം കുട്ടികൾക്ക് വേണ്ട രീതിയിൽ സഞ്ചരിക്കാൻ കഴിയാതെ വരികയാണ്. യൂറോപ്പില് നമ്മൾ പല രാജ്യത്തും പോയതുകൊണ്ട് അങ്ങനെ അതിന്റെ കഥ പറയല്ലോ കേട്ടോ. രാജ്യം ഏതാന്ന് പിന്നെ നിങ്ങളോട് ചോദിച്ചാൽ മതി. നിങ്ങൾ ഇങ്ങനെ നമ്മൾ പോയ കഥകളൊക്കെ പാടെ അറിയണ്ടല്ലോ. ഒരു രാജ്യത്ത് പോയപ്പോ കിടന്നെഴുതുന്ന കുട്ടികൾക്ക് കൂടുതൽ മാർക്കാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതായത് സാധാ പ്ലേ സ്കൂളാണ്. അതിൽ ഇരുന്ന് അച്ചടക്കത്തോടു കൂടി എഴുതുന്ന ആൾക്ക് മാർക്ക് കുറയും. അപ്പൊ കുട്ടികൾ ഈ കാലിങ്ങനെ വെച്ച് കാലിങ്ങനെ വെക്കൂല, ഇങ്ങനെ മലന്ന് കിടന്നിട്ട് കാലിങ്ങനെ കയറ്റേക്കൂല, അതിമ വെച്ചിട്ട് എഴുതണം. അതിനൊക്കെ മാർക്ക് കൂടുതലാണ്. കാരണം എന്താ, കളിച്ചുകൊണ്ട് എഴുതണം.